The president spotted you. കഴിയിട്ടും പോയില്ല നാക്കം. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ജൂനിയർ എഞ്ചിനീയർ സുരേന്ദ്രൻ പടുവാത്ത്, SSLC പ്രീ ഡിഗ്രി ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ആൻഡ് ITC ഡിപ്ലോമ ആൻഡ് ആക്ടിംഗ്. ഈ വയറങ്ങോട്ടേക്ക് പോകുന്നു മനസ്സിലായില്ല? വിജനമായ റോഡിലൂടെ. വിജനമായ റോഡെന്ന് പറഞ്ഞാൽ അതിനൊരു അന്ത്യമില്ലേ? ഇതിന്റെ അന്ത്യം വാലിവന്റെ മൂത്രപ്പുരയില. അതെ, മൂത്രപ്പുരയിലെ എരുമക്കൂട്ടിലോ കൊടുക്കുന്ന ഞങ്ങളുടെ സൗകര്യം. മീറ്റർ കാണിക്കുന്ന കാശ് തന്നാ പോരെ നിങ്ങൾക്ക്? നിങ്ങളുടെ ആവശ്യത്തിനെടുത്ത സപ്ലൈ അനധികൃതമായിട്ടോ സൗജന്യമായിട്ടോ ക്യാഷിനോ മറ്റാർക്കും കൊടുക്കാൻ പാടില്ലെന്നാണ് ബോർഡിന്റെ നിയമം. അതെ, കടയിൽ നേത്തക്കൊല മേടിച്ച് വിറ്റവൻ വാങ്ങിയവനോട് ദിവസം ഒന്ന് വെച്ച് തിന്നാ മതി എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായവാ? അത് നിങ്ങളുടെ നയം, ബോർഡിന്റെ നയമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പൊ കൊടുത്തു എന്ന് വെച്ച് ഞങ്ങളെ തൂക്കിക്കൊല്ലാൻ വകുപ്പൊന്നുമില്ലല്ലോ. തൂക്കിക്കൊല്ലാൻ വകുപ്പില്ല, പെങ്ങടെ സപ്ലൈ ഊരാൻ വകുപ്പുണ്ട്. അതിന് സപ്ലൈ അവിടെ പേരിലല്ല, ഈ പേപ്പട്ടിതാരുടെ പേരില്ല. എന്താ പ്രസിഡന്റ് ചിരിച്ചേ? സത്യം അതല്ലേ? ആ സത്യം കേട്ടാ ചിരിച്ചേ. ഇപ്പോഴെങ്കിലും പേപ്പട്ടി നായരാണ് സമ്മതിച്ചല്ലോ, അല്ലെങ്കിൽ ഓളെ മുക്കാശിന് കറണ്ട് വിൽക്കോ? ജോസേ, നിന്നെ വെള്ളിടി വെട്ടിയോ? കരിക്കട്ട പോലെ ആയല്ലോടാ. പേപ്പട്ടി ചേട്ടായേ, ജോസിന്റെ മേത്ത് ഇയാടെ മീറ്റർ ഇടരുത് കേട്ടോ. നിങ്ങളുടെ മീറ്റർ എവിടെയാണ് ഇരിക്കുന്നത്? പേപ്പട്ടി മീറ്ററിന്റെ പ്രസിഡന്റിനല്ലേ എഞ്ചിനീയർ? ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. അതെ, സാറിന് ആ സപ്ലൈ വലിച്ചു വരാൻ ഒരു നിമിഷം മതി. അവിടെ ജീവിക്കാൻ വന്നു കിടക്കുന്ന ആ ചെറുപ്പക്കാരുടെ വയറ്റത്തടിക്കല്ലേ. ഏറിയാൽ ഒരു 10 ദിവസം അവരവരുടെ പാട്ടിന് പൊക്കോളൂ. കാര്യം ശരിയാണ്, പക്ഷേ നിയമം അനുശാസിക്കുന്നതല്ലേ ഈ സുരേന്ദ്രൻ പടുവാത്തൂറിന് ചെയ്യാൻ പറ്റൂ. അയ്യോ, ഒന്നുകൂടെ കറക്കി. അയ്യോ, അപ്പൊ സാർ കുളമാവ് തിയേറ്റേഴ്സിന്റെ ഹീറോയാ, രാജാപ്പാട്ട് രംഗത്തുരേ. അയ്യോ, സാറിനെ കണ്ടപ്പം മുതൽ എന്റെ ചിന്ത കിടന്നിങ്ങനെ കറങ്ങുമായിരുന്നു. ആ മുടിക്ക് കൈവച്ച് പേര് പറഞ്ഞപ്പോഴല്ലേ എനിക്ക് കറണ്ടടിച്ച പോലെ ആളെ പിടുത്തം കിട്ടിയത്. അന്ന് കുന്നത്തൂർ ക്ഷേത്രത്തിലെ ആ രാജാപ്പാട്ട് മനസ്സിന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റില്ല. നല്ല പെരുമ്പാവൂർ ചക്കയാ. ഇവിടുത്തെ പറമ്പി വളർന്ന ഇവിടുത്തെ ആട്ടുംകാട്ടം മൊത്തം ഇതിന്റെ മൂട്ടിലായിടണം. നല്ല മധുര. ആട്ടുകാട്ടത്തിനോ? അല്ല, ചക്കയ്ക്ക്. ശരി. പുറത്തല്ലേ മീറ്റർ? അത് ശരിയാവില്ല. അതെന്താ ശരിയാകാത്തത്? പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ഊരിച്ചെന്ന് പൊതുജനം പറയും. പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് വരികയാണ്. ഓ, ഈ ചക്കയുടെ കാര്യം എനിക്ക് പോയില്ല. ചക്കയുടെ കാര്യം എന്താ? 10:30 മണിക്ക് കമ്മിറ്റി മീറ്റിംഗ്. ഈ മലയെണ്ണാൻ ഒരു ഊണ് മേടിച്ചു കൊടുത്ത വെറുതെ ആയി പോയല്ലോ. പുഷ്പേച്ചി ഭയങ്കര ഫോമിലായിരുന്നല്ലോ ആ ഏത്തക്കൊലയുടെ ന്യായം പറഞ്ഞത്. അടിപൊളി. ചൂലി ഇറങ്ങിപ്പോയെങ്കില്. അല്ല പിന്നെ എടുത്താത്തേ, അവർക്ക് ഇത്തിരി കറണ്ട് കൊടുത്തെന്ന് വെച്ചാ പ്രസിഡന്റിന്റെ ഒരു സങ്കടം കണ്ടില്ലേ? ഉടനെ പീസൂരാൻ ഒരു എഞ്ചിനീയർ രാജാപ്പാട്ട് രംഗത്തുര ഇറങ്ങിയിരിക്കുന്നു. കരിമ്പൂരത്തിന്റെ സ്റ്റൈല് കണ്ടേച്ചാലും മതി. പിന്നെ സ്റ്റൈല് കാണണേല് ആ പങ്കജത്തിലെ രാജിന്റെ സ്റ്റൈല് കാണണം. അതൊന്ന് കാണേണ്ടത് തന്നെ എടുത്താത്തേ. എനിക്ക് വലിയ ഇഷ്ടം അയാളെ. വലിയ ഇഷ്ടം എന്ന് വെച്ചാ എന്നാടാ? തത്തേച്ചിയെ, ചേച്ചിയുടെ വലിയ പിസ്തനാ വാലിബൻ. ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുവന്നാ പറഞ്ഞിരിക്കണേ. അയ്യോ, നീ ആരോടും പറയില്ലേടി തത്ത. ഇതെന്താ തത്തെ? മലയാർ പൂത് ഉറങ്ങി എഴുന്നേറ്റ് പോലെ ഉണ്ടല്ലോ. അയ്യേ, ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? വഷളൻ, മരപ്പട്ടി, കോന്തൻ. ഈർക്കിലെ ചരിറ്റി ഇളിച്ചു കാണിച്ചാലും പുറകെ കൂടിക്കോളും. പെങ്കോന്തൻ. ഇതാരാ തത്തെ ഇത്ര വൃത്തികെട്ടവൻ? നിന്റെ ചേട്ടൻ ബെൽറ്റ് വാസമാണോ? ഓ, എന്റെ ചേട്ടൻ്റെ അടുത്തോട്ട് ഇളിച്ചു കാണിച്ചോണ്ട് ചെന്നേച്ചാ മതി. മോന്നയുടെ ഷേപ്പ് മാറ്റും. ഇയാൾക്ക് നാണല്ലേടോ പേപ്പിട്ട് നേരം മോളുടെ പുറകെ നടക്കാൻ? ഇതാണോ കാര്യം? ആ, അത് തന്നെയാ. എനിക്കിതൊക്കെ ഇതൊരു പ്രശ്നമുള്ള കാര്യങ്ങളാ. തത്തേനെ കരിമ്പ് കാട്ടി മോഹിപ്പിച്ച് കാഞ്ഞിരക്കുരു തരരുതായിരുന്നു. അയ്യേ, എന്റെ തത്തെ,
നീ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ പുഷ്പത്തെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞതോ? അതങ്ങനെ ആ അർത്ഥത്തിൽ പറഞ്ഞല്ല. കറണ്ട് എടുക്കാൻ 100 പറഞ്ഞുറപ്പിച്ചിട്ട് വന്നേ വാക്ക് വ്യത്യാസം കാണിച്ചു. 100 150 ആക്കിയ പേപ്പട്ടി നായര് നമ്മുടെ വാലിബൻ ഹിറ്റാണെന്ന് കണ്ടപ്പോ അടുത്ത ദിവസം അവളെ 250 ആക്കി. അങ്ങനെയാണ് വേറെ അടുത്തുനിന്ന് കറണ്ട് എടുക്കണം. അതിന് 3 ഫേസ് ലൈൻ ഇവിടെ അടുത്ത് അവിടെ മാത്രമല്ലേ ഉള്ളൂ. കാശ് വീണ്ടും കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് പേടിച്ച് ഞാനൊരു തടയിട്ട് കൂടെ കൊണ്ടുവന്ന് പറഞ്ഞല്ലേ. അങ്ങനെയൊക്കെ പെൺകുട്ടികൾ കാശ് കൊടുക്കാൻ പാടൂ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? നീ എന്നെ പറ. ഒട്ടക്കിയ സപ്ലൈ കട്ട ഒരു ജനറേറ്റർ വാടക എടുക്കാന്ന് വിചാരിച്ച ദിവസം 500 പോക്ക. 500 രൂപ എന്നൊക്കെ പറഞ്ഞ എന്റെ കോൺ തെറ്റിയത് തന്നെ. എന്റെ തത്തേ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ പറ്റിക്കുമെന്ന്? നിന്റെ മുത്തശ്ശി ജാനുവമ്മയ്ക്ക് കുടമാളൂറമ്മയെ പോലെ എനിക്ക് നീ. എന്തോ കോലമാടി ഒരു തുളാപ്പ ഷർട്ട് വിട്ടോണ്ട്. അതെ, വാസുവേട്ടന്റെ ഷർട്ടിന്റെ കൈയുടെ കുത്തുവിട്ടിട്ട് ആ ഇടച്ചേരി അതെടുത്ത് തയ്ക്കാൻ കൊണ്ടുപോയതാ. എടി അവന്റെ അടുത്തിടുമ്പോ സൂക്ഷിക്കണം. കാരത്തില് പുഴുങ്ങി അലക്കേ ഇടാവൂ, പുഴുക്കടി വരും. ഇപ്പൊ പറഞ്ഞ വാസുവേട്ടന്റെ മുഖത്തോക്കി പറ, അപ്പ കിട്ടും. വരട്ടെ, നല്ല ചനച്ച കോവാങ്ങ. നാളെ പിറന്നാളായിട്ട് നിന്റെ വാച്ചുവേട്ടൻ പൊന്നൊന്നും വാങ്ങില്ലേടി? എടി തത്ത, ചെന്നപ്പോ ഉണ്ടല്ലോ അവനാ തട്ടാൻ കുഴ വിളക്കി കഴിഞ്ഞില്ലെന്ന്. പിന്നെ ഞാൻ അവന്റെ കഴുത്തിന്റെ കുഴക്കൊന്ന് പിടിച്ചപ്പോ നിന്റെ കാശുമാല റെഡി. 3.5 പവനാ. ആ പണ്ടാറ് അറിയണ്ട. വീട്ടിൽ ചെല്ലുമ്പോ ഭവാനിയുടെ പൂരപ്പാട്ടായിരിക്കും. അവളുടെ പിരി ഞാൻ മുറുക്കും. ഇന്നാ പാവത്തിന് എങ്ങാനും ചീത്ത പറഞ്ഞോ? ഈ പൂവാലിനെ കൊന്ന് വത്തലമുളക് അരച്ച് വാസുവിന്റെ ഒരു കറിയുണ്ട്. കാലി രണ്ട് നിനക്ക്. അപ്പൊ നിന്റെ പിള്ളേർക്ക് ചങ്കും മത്തങ്ങായും കിഷ്ണിയും അല്ലേ? ഒലിപ്പിയാൻ ഇതിന്റെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്ന. ഇരിക്കണ കൊമ്പ് മുറിക്കല്ലേ. പോടാ, നീ ഓച്ചായിയെ പണി പഠിപ്പിക്കല്ലേ. ഇതാരുടെ ഷർട്ട്? രാഘവേട്ടന്റെ ബട്ടൺസ് പിടിപ്പിക്കാൻ തന്നതാ. ആ തൊലിപ്പിയാന്റെ ആണ്. ഉളുമ്പ് മണം മുഴുവൻ ഇതേ കാണും. നല്ല 501 ബാറ സോപ്പിട്ട് പുഴുങ്ങി അലക്കേച്ച് മതി. ഇപ്പൊ ഈ മാലയൊന്നും വേണ്ടായിരുന്നു വാസേട്ടാ. ഇപ്പഴല്ലാതെ പിന്നെ എപ്പോഴാടി? എപ്പോഴായാലും 10 പവൻ വേണേ. അത് ഇപ്പോഴേ കുറെ ആയിക്കോട്ടെ. വരുന്ന തുലാത്തിലെ മഴയ്ക്ക് മുമ്പ് നിന്നെ ഒരുത്തിനെ പിടിച്ച് ഏൽപ്പിക്കണം. അയ്യോ, തുലാത്തിലെ തുമ്പിക്കവണത്തിലെ പെരുമഴത്തൊന്നും എനിക്ക് കേട്ടണ്ട. എന്റെ അമ്മോ, ഓർക്കും എന്നെ പേടിയാവാ. എന്നാ മഴയാ! കല്ലുരുട്ടി, കുറുന്തോട്ടി പറയൻ, നെടവഴി തെളിയൻ. എന്റെ അയ്യോ, എനിക്കൊന്നും വേണ്ട. ആ മഴയെ തേടി കോറെ കെട്ടണ്ടേ? വെട്ടി വിറച്ച് കരിമ്പടത്തി പുതച്ചു മൂടി കിടക്കണേന്റെ ഒരു സുഖേ. പിന്നെ പഴിപ്പിച്ച ഇരുമ്പ് പദം വന്ന കൈകൊണ്ട് എടുക്കുന്ന ഒരുത്തിനെ നിന്നെ പിടിച്ചു കൊടുക്കണം. തത്തേ, വാളയാർ ഒരു അമിട്ട് കൊല്ലനുണ്ട്, കൊച്ചൂട്ടൻ. അവന്റെ കോടാലിയുടെ വായ്ത്തല കണ്ട മാനത്തെ ചന്ദ്രക്കല മാറി നിൽക്കും. പക്ഷേ അവനൊരു കുഴപ്പമുണ്ട്. പല രണ്ടാം കെട്ടായിരിക്കും. ഒറ്റക്കണ്ണനാ. അയ്യേ, ഒറ്റക്കണ്ണൻ കൊല്ലനോ? എന്താടിയാ കൊല്ലന് കുഴപ്പം? ഒറ്റ വെട്ടിന് ഒലക്ക മുറിക്കുന്ന കൊല്ലന് ഏത് ദേശത്ത് വിലണ്ടേ? അയ്യോ, അതുകൊണ്ടല്ല വാസുവേട്ടാ. ചില കൊല്ലന്മാർക്കൊരു കുഴപ്പമുണ്ടേ. ഞായറാഴ്ച കള്ളും കുടിച്ച് കെട്ടിയോളത്ത് എറിയും പറഞ്ഞ് നടക്കും പെങ്ങക്ക് പൊന്നുണ്ടാക്കാൻ. അത് നീ എന്റെ വായത്തലൊന്ന് കാച്ചിതല്ലടി. അതെ. 3.5 പവന്റെ കാശുമാലേ. ഈ മനുഷ്യന് തന്നെ കണ്ടിട്ടാ സ്വന്തം പെങ്കച്ച് വളർന്നു വരുമ്പോ ചിട്ടി പിടിച്ച് പെങ്ങക്ക് കാശുമാല. ഇവിടെ നാവ് പൊത്തി കിടന്നോളണം. നിനക്ക് പണ്ടപ്പൂവിന്റെ കുത്തിലടി തീച്ച പണ്ടാറം. തന്തി തള്ളില്ലാത്ത പെങ്കൊച്ചിന് പിന്നെ ഞാനല്ലാതെ നിന്റെ ആംഗള മരം കയറി മണകുണാഞ്ച് വന്ന് കെട്ടിക്കൂടി. അവ കൊടുത്തോണ്ട് പറഞ്ഞതല്ല, നമ്മുടെ മാധുവിന്റെ കാര്യം ആലോചിച്ചോണ്ട് പറഞ്ഞതാ. ചെമ്മീൻ തൊണ്ട് കളഞ്ഞ പോലത്തെ ഈ മുതലിന് അടുത്ത ഞായറാഴ്ച ഉള്ള കല്യാണം. തന്തക്കില്ലാത്ത വേവലാത്തി തള്ളക്ക് വേണ്ട. വണ്ണം വരെ വിഴുങ്ങിട്ട് എന്റെ നെഞ്ചിൽ കല്ലരിയാ. വേണ്ടാ ബുദ്ധി തോന്നണ കാല. വല്ലതും വലിച്ച് തലയെ കയറ്റുന്നതിന് മുമ്പ് ഒരുത്തനും കൂടെ ഇറക്കി വിണ്ടാന്നോ നീ പറയണേ? എന്റെ അണ്ണാക്കിൽ പഴന്നുണി ഞാൻ കുത്തിയാൻ പറ്റും. ഭീമ പണ്ടാറം. എന്റെ പൊന്നപ്പിൽ ഇങ്ങ് പോരടാ. ഓന്റെ അമ്മ അറിയാണ്ടൊന്നും മറിഞ്ഞു നടന്നാലേ തമിഴമണ്ടി കൂട് വെച്ച പോലെയാവും.